എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ സയൻസിന്റെ ആനുവൽ എക്സാം പാറ്റേണിലുള്ള പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പരിചയപ്പെടാം. 8 പ്രവർത്തനങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. അത് 6 ഉത്തരം എഴുതേണ്ടതുണ്ട്. ബാക്കി 2 നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ളതാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. യൂണിറ്റ് 12 ആദ്യത്തെ ചോദ്യം. അപ്പോ മനസ്സിലാക്കേണ്ടത്, എപ്പോൾ ഒരു ചോദ്യം വായിച്ചാലും അത് ഏത് യൂണിറ്റിൽ നിന്നുള്ളതാണെന്ന് ആദ്യം തിരിച്ചറിയുക. അതിനുശേഷം അത് ഏത് ഭാഗവുമായി, ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം തയ്യാറാക്കുക. ഈ രീതിയാണ് ഓരോ പ്രവർത്തനം വായിക്കുമ്പോഴും ഒരു കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടത്. പ്രവർത്തനം 3. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അപ്പോ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ വിശദീകരണം ഉണ്ടാവും, അതിനനുസരിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് കല്ലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. മോണോലിത്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നു, മെഗാലിത്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നു. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ, ബറിയൽ പോട്ട്സ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നന്നങ്ങാടികളാണ്. ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രാദേശിക ചരിത്ര രചനയെ സഹായിക്കുന്ന സ്രോതസ്സുകൾ ഏതെല്ലാം? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ പ്രദേശത്തെ കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കുന്നത്? നമ്മുടെ പാഠത്തിന് യൂണിറ്റ് 12 പ്രധാനമായിട്ടും ഹിസ്റ്ററി എന്നുള്ളതും അതിനോടൊപ്പം ലോക്കൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ 2ആയിട്ടാണ് തിരിക്കുന്നത്. അതിൽ ലോക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഇനി ആലോചിച്ച് നോക്കുക, ഈ ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് കവർ ചെയ്ത് മനസ്സിലാക്കുക. ഇനി പരീക്ഷയുടെ പാറ്റേൺ അല്ല, ഓരോ ചോദ്യത്തിനും 5 മാർക്കാണ്, 5 സ്കോറുകളാണുള്ളത്. ഒരെണ്ണം സ്വാഭാവികമായും 1 വേർഡിലുള്ള ഒരു ചോദ്യമായിരിക്കും. മറ്റൊന്ന് 2 മാർക്കിനോ 2 മാർക്കിനോ, അതല്ല എങ്കിൽ 1, 1, 3 മാർക്കിനോ ഉള്ളതായിരിക്കും. ഇവിടെ 1 വേർഡിനാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് 1 മാർക്കിനാണ് പരീക്ഷ. ഇത് 1 മാർക്കിനാണ്. അപ്പോൾ അവസാനത്തേതിന് 3 മാർക്ക് ആയിരിക്കും. 3, 2, 5 ഓരോ ചോദ്യത്തിന് 5 മാർക്ക് വീതമാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഇത് ആനുവൽ എക്സാം ആണ്. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ മറ്റൊരു ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത് 3ാമത്തെ യൂണിറ്റിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നിന്നുമുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26 അത് നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ടത് 1951 ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ നോക്കുക, 1 വേർഡിന് 1 മാർക്ക്, അടുത്തത് 1 വേർഡ് 1 മാർക്ക്. അപ്പോൾ അടുത്തതിന് എത്ര മാർക്കായിരിക്കും? 3 മാർക്കായിരിക്കും. നമ്മുടെ ഭരണഘടനയുടെ 3 സവിശേഷതകൾ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 സവിശേഷതകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. പുസ്തകത്തിലെ പേജ് നമ്പർ 44 റെഫർ ചെയ്യുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ വിശദീകരിക്കാൻ വേണമെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിൽ ഏറ്റവും നല്ലത് ചോദിക്കാനുള്ളത് നിയമവാഴ്ച ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ്, ഫെഡറലിസം ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിനൊന്ന് വിശദീകരിച്ച് പഠിക്കുന്നത് കൂടി നല്ലതായിരിക്കും. വാട്ട് ഈസ് റൂൾ ഓഫ് ലോ എന്ന് ചോദിച്ചാൽ, എന്താണ് നിയമവാഴ്ച? വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, ആരും നിയമത്തിന് അതീതരല്ല. എവരിവൺ ആർ ഈക്വൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോ. അടുത്ത ചോദ്യം, അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്, എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടത്. അതിന്റെ കാരണങ്ങൾ എന്ത്? തടയുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16. അപ്പോ കഴിഞ്ഞ പരീക്ഷയ്ക്ക്, അതായത് ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ആദ്യത്തെ ചോദ്യവും ഇത് തന്നെയായിരുന്നു. എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ മേക്കിംഗ് ആയിരുന്നു ചോദിച്ചത്. ആ രീതിയിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്, നല്ല രീതിയിൽ കവർ ചെയ്ത ടോപ്പിക്കാണ്. കോസസ് ഓഫ് എയർ പൊല്യൂഷൻ
പഠിക്കാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും 2-3 പോയിന്റുകൾ എഴുതി വയ്ക്കുക. വെഹിക്കിൾ എമിഷൻ വരും, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് വരും, നാച്ചുറൽ ഡിസാസ്റ്റർ വരും. പ്രകൃതി ദുരന്തങ്ങളുടെ കൂട്ടത്തിലും വൈൽഡ് ഫയർ, വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് വെച്ചാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ് ഉത്തരത്തിൽ. ഓവർ പോപ്പുലേഷൻ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള 3-4 പോയിന്റുകൾ പഠിക്കുക, എന്നിട്ട് അതിനെ എഴുതുക. ഏതെങ്കിലും 1-2 വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതി പഠിക്കുക. കാരണം നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഭാഷ, അതിനോടൊപ്പം നോളജ് തുടങ്ങിയവ മെച്ചപ്പെടേണ്ടതാണ്. ഇനി അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം, മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, 3R മെത്തേഡ്സ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ തുടങ്ങിയവ സ്വീകരിക്കാം, എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉപയോഗിക്കാം, സ്ട്രിക്ട് നാഷണൽ പോളിസീസ് ടു കൺട്രോൾ പൊല്യൂഷൻ. ഇവിടെയും നിങ്ങൾക്ക് വേണ്ടി 8 പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ളത്, ഓർത്തിരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു 4-5 എണ്ണം പഠിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് 3 പോയിന്റ് എഴുതാൻ ചോദിച്ചാൽ 4-5 എണ്ണം നിർബന്ധമായും എഴുതുക. കാരണം നമ്മുടെ പോയിന്റുകൾക്ക് ഒരു പക്ഷേ ഇപ്പൊ പ്ലാനറ്ററീസ് എന്നൊക്കെ പറയുന്നത് LP ലെവലിലുള്ളതാണ്. അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള പോയിന്റുകൾ ഉപയോഗിച്ചാൽ, ഇപ്പൊ സ്ട്രിക്ട് നാഷണൽ പോളിസീസ് ടു കൺട്രോൾ പൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ല പോയിന്റുകളാണ്. ആ രീതിയിൽ ഇവിടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ 4-5 പോയിന്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ ചോദ്യമാണ്. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കളിമൺ ഫലനികളെ നന്നങ്ങാടികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രാദേശിക ചരിത്രരചനയെ സഹായിക്കുന്ന സ്രോതസ്സുകൾ, അത് നാട്ടറിവുകളുണ്ട്, ആധാരങ്ങളുണ്ട്, പാട്ടുകൾ, പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകൾ, സ്ഥലനാമ ചരിത്രങ്ങൾ തുടങ്ങിയവ പ്രാദേശിക ചരിത്രരചനയെ സഹായിക്കുന്നതാണ്. പിന്നീട് 1 വേർഡിന് ചോദിക്കാവുന്നതോ ചേരുമ്പടി ചേർക്കാനുള്ളതോ ആയിട്ടുള്ളത് എടയ്ക്കൽ ഗുഹ വയനാട്, കരുമാടിക്കുട്ടൻ ആലപ്പുഴ, രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ് അത് തളി ക്ഷേത്രം കോഴിക്കോടാണ്, കോട്ടുക്കൽ ഗുഹാക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. ആ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. ഈ ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ നാണയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നാണയങ്ങളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം? ഇതിൽ